Hello guys, welcome to Dr. Violet Princess YouTube channel. I am the husband of Dr. Violet Princess. അങ്ങോട്ട് ഫോക്കസ് ആകുന്ന എല്ലാം അറിയാം. അതാ എനിക്കൊരു ആശ്വാസം. എന്തുവാ ഇന്നത്തെ സെഷന്റെ പേര്? ഇന്നത്തെ സെഷന്റെ പേര് കുസൃതി ചോദ്യങ്ങൾ. അല്ല, നോളജ് ഉള്ള സാധനം ഇംഗ്ലീഷാണ്. ജെൻസി വേർഡ്സ്, ജെൻസി വേർഡ്സ്, പ്രൊഫഷണൽ ജെൻസി വേർഡ്സ്. ഞാനൊന്നും കാണാൻ പഠിച്ചിട്ടില്ല. നമുക്കെല്ലാം എല്ലാം പറയുന്ന സാധനങ്ങളാണ്. എല്ലാം അപ്പൊ കാണാൻ പഠിച്ചു വെച്ച്. ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. ഉറപ്പാണേ? എന്നാ പിന്നെ ഒരു സുഖം കാണത്തില്ല. ഇല്ല, എനിക്കറിയത്തില്ല. ഞാൻ കാണാൻ പഠിച്ചില്ല. സാധനം എടുക്കട്ടെ. അതിനകത്ത് അലമ്പുണ്ടാക്കരുത്, തൊടരുത്. അതിനകത്ത് അതുകൊണ്ടാണ് ബുക്ക് വെച്ചത്. വഴക്ക് പറയത്തില്ല. മെഡിക്കൽ അബ്രിവേഷൻസ് ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ കണ്ട മെഡിക്കൽ അബ്രിവേഷൻസ് ചോദിക്കട്ടെ? കാണും മോനെ, അത് രസമായിരിക്കും. നമുക്ക് വേറെ രസം എടുക്കണം. ഇരിക്കും, ഗുഡ് ബോയ് ആയിരിക്കണം. ആദ്യമായിട്ട് എടുക്കും, എനിക്കും അറിയത്തില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു ഡോക്ടർ വയലറ്റ് പ്രിൻസസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു അതിഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ അരവിന്ദ് വി കാര്യാട്ട്. എല്ലാവർക്കും ഹായ് പറയും. നമസ്കാരം. ഓക്കെ, ഇന്ന് നമ്മൾ വീക്കെൻഡ് വൈബ്സ് ആണ്. സാറ്റർഡേ സൺഡേ പ്രമാണിച്ച് ആൾ ഫ്രീ ആണ്. സോ നമ്മളൊരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫൺ സംഭവമാണ്. ഇത് നേരത്തെ പ്ലാൻഡ് ഒന്നുമല്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചുമ്മാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റാൻഡംലി നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറീസ് ഒക്കെ ചുമ്മാ ഇങ്ങനെ കാണുമ്പം അങ്ങോട്ട് ചോദിക്കും. ഞങ്ങളിങ്ങനെ ഫ്രേസസ് ഒക്കെ പറഞ്ഞ് കളിക്കാറുണ്ട്. അങ്ങനെ ചുമ്മാ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ അത് ഒരു വീഡിയോ ആയിട്ട് ഇട്ടാലോ, ബാക്കിയുള്ളവർക്കും കൂടി കുറച്ച് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഒരു 50 ചാറ്റിംഗ് അബ്രിവേഷൻസിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. അതായത് എല്ലാവർക്കും ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി മുഴുവനായിട്ട് ഇരുന്ന് ടൈപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരല്ലേ. എസ്പെഷ്യലി നിങ്ങൾക്ക് പ്രൊഫഷണലിയും ഈ ചാറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതപ്പം പഠിക്കുകയും ചെയ്യാം, നമ്മളത് ഓർത്തിരിക്കും, ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു 50 ചാറ്റിംഗ് അബ്രിവേഷൻസിൻ്റെ ഒരു ഫൺ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായി തീരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ. നീ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, ഇതൊക്കെ തന്നെ തുടങ്ങാം. ചോദിക്കട്ടെ? ചോദിച്ചോ. മെയിൻ എനിക്ക് അറിയത്തില്ല, ഇതെല്ലാം കണ്ട് കാണാൻ പഠിച്ച് വെച്ചേക്കുവാണോ? അത് പണ്ട് വൈവേക്ക് ഇരുന്ന ഒരു ഫീല്. വൈവേക്ക് ഇങ്ങനെയാണോ ഇരിക്കാറ്? തലയാണ ഇങ്ങനല്ല, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. ഉത്തരം പറയാറുണ്ടായിരുന്നോ? നമ്മളൊക്കെ ഉത്തരം ചില ഫുള്ള് പറയാറുണ്ട്. PGക്ക് പറയുന്നുണ്ടായിരുന്നു. ബുജിയായിരുന്നു അപ്പം? അല്ല, ഡിഗ്രിക്ക് പറയത്തില്ലായിരുന്നു. പറയായിരുന്നു. നമ്മളിന്ന് പെട്ടെന്ന് നമുക്ക് ചോദിക്കാവേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയാം, LOL, ലോൾ. സിമ്പിൾ. ലാഫ് ഔട്ട് ലൗഡ്. യെസ്, സത്യം പറ, ഇത് കാണാൻ പഠിച്ചു വെച്ചേക്കുമല്ലേ? ഇതൊക്കെ ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാം. ജെൻസി വേർഡ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ലാഫ് ഔട്ട് ലൗഡ് ആണ് ലോൾ. സെക്കൻഡ് വൺ BRB, ബി റൈറ്റ് ബാക്ക്. എല്ലാവരോടും പറയാറുള്ള. എനിക്കത് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നല്ലേ? അതെ. ഓക്കെ, 2 കറക്റ്റാക്കി. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ OMG. Oh my God. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Oh my God, OMG. അപ്പോൾ തേർഡ് വൺ കറക്റ്റാക്കി. എല്ലാം അറിയാവുന്ന ബുജിയാണ് എൻ്റെ ഭർത്താവ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും. അടുത്തത് TTYL, ടോക്ക് ടു യു ലേറ്റർ. കണ്ടോ? മെയിൻ എനിക്ക് തോന്നുന്നതെല്ലാം കാണാപ്പാടം പഠിച്ച് വെച്ചേക്കുള്ളത്. ചതിക്കരുതായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത 5th വൺ ആണ് IDK. I don't know. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ 6th വൺ BTW. By the way. ഇത് ഈ ഉള്ളി യൂസ് ചെയ്യാറുള്ളതാണോ? ഇതൊക്കെ കൂടുതൽ യൂസ്. പക്ഷെ നമ്മൾ ഈ BTW നോർമലി വേറെ ഒന്നും യൂസ് ചെയ്യാറുണ്ട്. അതെന്തോന്നറിയാമോ? അതായത് അബ്രിവേഷൻ. യെസ്, ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അത് വാട്സ്ആപ്പ് ചാറ്റ്. അതെനിക്കൊന്ന് ഇതും ചാറ്റിന്റെ BTW സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ BTW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ വേ. ഓക്കെ,
നെക്സ്റ്റ് വൺ 7th വൺ ആണ് IMO. IMO. മറ്റേ ആപ്പ് IMO അല്ല. ഓ മൈ ഗോഡ്. നമ്മുടെ ഒരു കാര്യം പറയുന്നത് അത്. IMO ഞങ്ങൾക്ക് അറിയാവുന്നതാ, ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മറന്നുപോയി. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര മറവിയാ. വീക്കെൻഡ് ആയതുകൊണ്ട്. ഓക്കെ, നമ്മൾ 7th വൺ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ ഉത്തരം? തെറ്റാ, മീൻസ് അറിയില്ല. എന്താണ് അതിന്റെ ഉത്തരം? ഇൻ മൈ ഒപ്പീനിയൻ. ഇൻ മൈ ഒപ്പീനിയൻ ഇത് അറിയാവുന്നതായിരുന്നു. ഓക്കെ, 8th വൺ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നാണ് IMHO. ഇൻ മൈ ഹോണർ അല്ല, ഇൻ മൈ ക്ലൂ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ക്ലൂ കണ്ടിട്ട് മനസ്സിലാകത്തില്ല. സെയിം സാധനമാണ് IMO. അതിന്റെ ഇടയ്ക്ക് ആ H ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇൻ മൈ അറിയാവുന്നവർ പറയണം കേട്ടോ. ഇൻ മൈ കമന്റ് ബിലോ. ഇൻ മൈ ഹോട്ട്സ്പോട്ട്. ഇൻ മൈ ഹോട്ട്സ്പോട്ട്. എനിക്കറിയത്തില്ല. ഇൻ മൈ ഡാഷ് ഒപ്പീനിയൻ. ഇൻ മൈ നമ്മൾ ഹോണസ്റ്റ് അല്ല, ഹോണറബിൾ അല്ല, ഹംബിൾ. യെസ്, ഇൻ മൈ ഹംബിൾ. ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ എന്ന് പറയുന്നതാണ്. ഹംബിൾ ഒപ്പീനിയൻ. ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ ആണ് കേട്ടോ. LMK. ലൈക്ക് മെനി തിങ്സ്. ലൈക്ക് മെനി തിങ്സ്. വാവ്, പുതിയ സാധനം. അല്ല, അറിയില്ല. പാസ്. ലെറ്റ് മീ നോ. LMK let me know. Yes. 10th വൺ ആണ് LMAO. ലെറ്റ് മീ. ഇത് നമുക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. LMAO അറിയാമോ? മീനാണോ? LMAO. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും അല്ല. ലെറ്റ് മീ നോ സംതിങ് ഒന്നുമല്ല. പാസ്. വേണേ ക്ലൂ തരാം. ചിരിക്കുന്നതിന്റെ റിലേറ്റ് ചെയ്ത ഭയങ്കരമായിട്ട് കിടന്ന് ചിരിച്ചെന്നൊക്കെ പറയാം. ലാഫ് അറ്റ് ദ റൈറ്റോ? അതൊന്നും ഇല്ല. അറിയില്ല. ലാഫിംഗ് മൈ ആസ് ഓഫ്. ലാഫിംഗ് മൈ ആസ് ഓഫ്. ആസ് ഓഫ്. ഓഫ് ഡബിൾ ഓഫ്. ആസ് കുണ്ടി. യെസ്, ആസ് കുണ്ടി. ഓക്കെ. അടുത്തത് ഇത് അറിയായിരിക്കും. 11th വൺ TBH. ടു ബി. യൂസ് ചെയ്യാറുള്ളല്ലേ? TBH. ടു ബി എന്ന് പറയുന്നത് honest. Yes. To be honest. To be like honest. Yeah. ഞാൻ ഓർക്കുന്നു. ഓക്കെ, അടുത്തത് 12th വൺ ആണ് SMH. Send me. അല്ല, അതും കുറച്ച് ടഫാണ്. SMH. SMH is. ഞാൻ വേണ ക്ലൂ തരാം. പറ. ഇത് എനിക്കറിയത്തില്ല എന്തോ. അത് ഞാൻ തന്ന ക്ലൂ കറക്റ്റ് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ അത് കിട്ടും. Shake your head. Shaking SMH. My head. Shaking my head. എന്തുവാന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇതൊക്കെ എന്തിനാ ചാറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്? Shaking my head. എന്തെങ്കിലും ഫ്രേസ് ആയിരിക്കും കേട്ടോ. മേ ബി അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ഗവേഷണം കഴിഞ്ഞ് വരുന്നതായിരിക്കും. 12th വൺ ആണ്. അതെന്ത് കാരണം കിടക്കട്ടെ. എടുത്തോ? ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഒറ്റയടിക്ക് അങ്ങ് പറയും. ഗുഡ് നൈറ്റ് ആണോ ജിയൻ? അല്ല. പിന്നെ ഗുഡ് മോർണിംഗ് അല്ല. എല്ലാരും അപ്പൊ ജനിച്ച കാലം തൊട്ടല്ലേ, നമ്മളൊരു സ്കൂൾ കാലം തൊട്ട് ചുമ്മാതെ #, എന്ന് പറയുന്ന സാധനമാണ്. പറയട്ടെ? BFF. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. യെസ്. ബെസ്റ്റി. ഞാൻ വെച്ച അത് പറയത്തില്ല. ബെസ്റ്റി. യെസ്, ബെസ്റ്റി. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. BFF. #BFF. വിജയുടെ പാട്ടുണ്ടല്ലോ, BFF സർക്കാർ സിനിമയ്ക്കകത്തുണ്ട്. അറിയത്തില്ല. സംഭവമില്ല. പറഞ്ഞു കാടി കയറി പോണ്ട അതൊക്കെ. ഓക്കെ, 14th TMI. ഇയാൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാ. യെസ്, TMI. എപ്പോഴും ഞാൻ ഇത് ഷോർട്ട് അബ്രിവേഷൻ അല്ലാതെ ഇയാൾ യൂസ് ചെയ്ത് എപ്പോഴും കേൾക്കാറുള്ളതാണ്. പക്ഷെ അത് വേണമെങ്കിൽ TMI എന്ന് പറയാം ഇയാൾക്ക്. ഇനി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്രയും. Too many അല്ല, too much information. too much information. TMI. ഇത് യൂസ് ചെയ്യാറില്ലേ അല്ലാതെ ഇയാള്?
അങ്ങനല്ല, ഷോർട്ട് ഫോമിലല്ല പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, ടു മച്ച് ഇൻഫോർമേഷൻസ് എന്ന് പറയാറുണ്ട്, പക്ഷെ TMI ഒന്നും പറയാം. അതാ ഞാൻ പറഞ്ഞത്, ടു മച്ച് ഇൻഫർമേഷൻ എന്ന് പറയാറുണ്ട്, അത് വേണമെങ്കിൽ TMI എന്ന് പറയാം. 15th വൺ ആണ് FYI, ഫോർ യുവർ ഇൻഫർമേഷൻ. അതറിയാമല്ലോ. അതെനിക്കറിയാം. സിമ്പിൾ. നെക്സ്റ്റ്. ഓക്കെ, ഇനി 16th വൺ ആണ് IDC. UDC അല്ല, IDC. ഐ ഡോണ്ട് കെയർ. യെസ്, കറക്റ്റ് ആൻസർ. IDC. നെക്സ്റ്റ് 17th വൺ ആണ് ICYMI. എന്തോ ഇത്? ICYMI. ഐ കാണ്ട് യോക്ക്. In case you missed it. ഓ, in case you missed it. In case you missed it എന്ന് ഇതിലും പേര് in case you missed it എന്ന് പറയുന്നത്. ICYMI എന്ന് പറഞ്ഞ ഒരു സുഖമില്ല, വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തതാണ് 18th വൺ. ഇതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. YOLO. YOLO. പക്ഷെ എനിക്കറിയത്തില്ല. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എനിക്കറിയത്തില്ല. YOLO എന്താ അറിയോ? പോളോ, Volkswagen Polo. You only live once. പിന്നെ You only live once എന്നുള്ളതാണ് YOLO. ഓക്കെ, അടുത്തത് ഒരെണ്ണം പറയാം. 19th ആണ് FOMO. ഫസ്റ്റ് ഓവർ മെനി. അറിയില്ല, പറഞ്ഞു. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിനാണ് FOMO എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 20th വൺ ആണ് GTG. ഇത് മിക്കവാറും യൂസ് ചെയ്യുന്നതാണ്. നമ്മളൊന്ന് സംഭവം ഉദ്ദേശിച്ചത് അത് തന്നെയാ, അതിന്റെ വേറൊരു ഇത് പറയാം. അല്ല, GTG എനിക്ക് പോണം, അങ്ങനെ എന്തോ, അങ്ങനെ പറയാം. അറിയില്ല, പറഞ്ഞു. പാസ്. ഗോ ടു ഗോ. ഓക്കെ. പിന്നെ ഉള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരെണ്ണമാണ്. ഇപ്പം എല്ലാവരും ഫോട്ടോസൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇയാൾ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഉള്ളൊരു സംഭവമാണ് 21st വൺ. അല്ല, നോ, തന്ത വൈഫ്. ILY. ഇത് കണ്ടിട്ടുണ്ട് ഞാൻ കുറെ ഹാഷ്ടാഗില്. എന്തോ അതുപോലെ അറിയത്തില്ല ഗൈസ്, നിങ്ങൾ അത് ഓർക്കണം. ILY അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ആർക്ക്, എനിക്ക് വേണ്ടി പോലും. അങ്ങനെ പറയുമ്പോഴെങ്കിലും കിട്ടും. I love you. കണ്ടോ? I love you. I love you. I love you too. Okay. 2K kids. Okay. അടുത്തത് 22nd ആണ് IKR. അത് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. I know. R എന്താ? R for I know. കോമയുണ്ടോ? I know. Right. I know right. Question mark. Next 23rd വൺ ആണ് AFK. AFK കാണുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. വാവ്, ഇനി തൊട്ട് അത് എന്തായാലും ഇയാള് മെയിൻ കളിക്കും ജോലി കഴിയുമ്പോ, പക്ഷെ അത് ചെയ്യാറില്ലെന്നേ ഉള്ളൂ. AFK അറിയില്ല, പാസ്. Away from keyboard. No way. അത് യൂസ് ചെയ്യലും, അത് ചെയ്യത്തില്ല. Away from keyboard. Okay. Away from keyboard ചെയ്യാറില്ല, പക്ഷെ പോകുമ്പം യൂസ് ചെയ്യാം. നിനക്ക് ഞാൻ വേറെ തരാം. വേണ്ട. AFM, away from mobile. ഗൈസ്, എനിക്കൊരു സത്യം പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെയുള്ള ഭർത്താക്കന്മാർ? ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുപോകുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. എന്നിട്ടാണ് എനിക്ക് AFM അല്ലേ? ഓക്കെ, പത്രമില്ല, അതുകൊണ്ടാണ് ഫോണും കൊണ്ടുപോകുന്നത്. കണ്ടുപിടുത്തം വേണമെങ്കിൽ ഈ ന്യായം നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്, എല്ലാവരും പറയാവുന്നതാണ്. 24th വൺ ഇസ് DM. ഡയറക്റ്റ് മെസ്സേജ്. നെക്സ്റ്റ്. ഓക്കെ, അടുത്തത് 25th വൺ PM. മറ്റേ PM അല്ല, പ്രൈം മിനിസ്റ്റർ. വാവ്, നോ. പ്രൈവറ്റ് മെസ്സേജ് ചാറ്റിങ്ങിന്റെ ഇടയിൽ പ്രൈം മിനിസ്റ്ററിന് എന്ത് കാര്യം? പ്രൈവറ്റ് മെസ്സേജ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, 25th വൺ ആണ് നമ്മൾ കഴിഞ്ഞത് സക്സസ്ഫുള്ളി. ഇനി 26th വൺ ആണ് JK. ജസ്റ്റ് കിഡിങ്. അതിപ്പോ പ്രേമലു അല്ല, അല്ലാണ്ട് അറിയായിരിക്കുമല്ലോ അല്ലേ? യെസ്. അടുത്തത് അത് അടിപൊളിയാണ് കേട്ടോ. 27th വൺ NVM.
നോ, നെവർ, എവർ, നെവർ, നെവർ നെവർ. നെവർ വി ഉണ്ടോ? NVM. ആ നെവർ NVക്കകത്ത് പോയി. നെവർ മൈൻഡ്. യെസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ഇതൊക്കെ കറക്റ്റ് പറയുന്നു എന്നുള്ളത് നോക്കിയിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാം പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ മെയിൻ ആക്കിയത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ 28th വൺ ആണ്. RN. 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 എളുപ്പം. Right now. യെസ്. നെക്സ്റ്റ് വൺ 29th വൺ CWYL. ഇത് അടിപൊളിയാണ്. CWYL ഇത് എപ്പോഴും യൂസ് ചെയ്യാം. Call me. CWYL. Pass. നേരത്തെ ഒരു TTYL പറഞ്ഞായിരുന്നു. Talk to you later. ആ, അപ്പൊ CWYL എന്തുവാ? Call me. Call. കോൾ അല്ല, ഇതാ ചാറ്റിംഗ്. Chat with me later. ചാറ്റ് വിത്ത് TTYL. YL. Chat with you later. Chat with you later. CWYL is chat with you later. 30ാമത്തെയാണ് BBS. BBS. ചാറ്റിംഗ് അല്ലേ, അപ്പൊ അങ്ങനെ ആലോചിക്കാം. Pass. Be back soon. Be back soon. BRB യുടെ വേറെ. Be right back. Yes. Be back soon. ഇനി നമുക്ക് ഒരു വെറൈറ്റിക്ക് തിരിച്ചു ചോദിക്കാവോ? ഇത് എത്രാമത്തെ? 30. ഇനി ഒരു 20 എനിക്ക് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചോ ബാക്കി. ഓക്കെ. നാണം കളയാം. 31st. TTYS. TTYS. TTYL talk to you later ആയിരുന്നു. TTYS talk to you later soon. Correct answer, guys. TBA. TB throwback. TBA. Talk back. അല്ല. പെട്ടെന്ന് പറ. ടിക് ടിക് 1. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ടിക് ടിക് 3. Talk back. 4. TBA. ഒരു ക്ലൂ തരൂ. എന്തെങ്കിലും ഇനി ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞ് നീ പറയും. അത് ഞാൻ പറയത്തില്ല. അതെന്ത്? ഒരു മിനിറ്റ് ഞാൻ പറയാം. കഷ്ടമുണ്ട്, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. TBA. TBA. തിങ്കിങ്ങും അല്ല. ഒരു മിനിറ്റ്, എന്ന് ക്ലൂ താവുന്നു. ഒരു ക്ലൂ. നടക്കാൻ പോകുന്നു. അത് ഞാൻ പറഞ്ഞു. നടക്കാൻ പോകുന്ന തിങ്സ്. നടക്കാൻ പോകുന്നു. സമയം കഴിഞ്ഞു. ഒരു മിനിറ്റ്. TBA ഞാൻ പറയാം. ബിയുടെ ക്ലൂ തരുമോ? ബിയുടെ ക്ലൂ ബി. തിങ്സ് ടു ബി. പാസ് പറ. പാസ് അല്ല, പാസ്. ടു ബി അനൗൺസ്ഡ്. അയ്യേ, ഇതാണ് നടക്കാൻ പോകുന്നു. To be announced. TBA is to be announced. TBD. ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. To be announced ഉം to be ആണോ? To be D എന്താ? Decided. അതിന്റെ വേറൊരു പേര്. Determined. Yes. To be determined. TBD. നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? GR8. GR8. Good night. അപ്പുറത്ത് കുളമുണ്ട്, ചാടിച്ചത്തോ അതറിയില്ലെങ്കിൽ. ഗ്രേറ്റ്. ഗുഡ്. See you. See you. Catch you. See you തന്നെ. അതെന്തു? See you. Catch you. Catch അല്ല. അടുത്ത CUL8R. CUL8R. See you later. Correct. ഇതൊക്കെ ഞാൻ ടൈപ്പ് ചെയ്യാറുള്ളൂ. XO. ഇത് അങ്ങ് ആ വേർഡോട് യാതൊരു ബന്ധത്തിലൊരു അബ്രിവേഷൻ. തുണി എഴുതല്ലോ, സോറി, പാത്രം എഴുതുന്ന എക്സോ അല്ല. എക്സോ. I know. സോക്സോ. ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴും കാണാറുള്ളതാ. ജെൻസി വേർഡ്സ് ആണ്. എനിക്കിതൊന്നും അറിയത്തില്ല. പറയാം, പാസ് പറ. ഹഗ്സ് ആൻഡ് കിസ്സസ്. ഒരർത്ഥമുണ്ടായിരുന്നു. HF. ഹൈഫൈ അല്ല. ക്ലൂ. ഹാർട്ട് ഇസ് ഫുൾ. പൊളിക്കട എന്ന് പറയത്തില്ല നിങ്ങള്? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോയി പൊളിക്ക്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഹാവ് ഫൺ. യെസ്. GL.
GL പീരീഡ് പണ്ട് വ്യാഴാഴ്ച സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ട് പാടുന്നത്. എനിക്ക് ഈ പഠിത്തമുള്ള വേറെ ഒന്നും അറിയത്തില്ല. അല്ല, സ്കൂളിൽ തേഴ്സ്ഡേസിൽ GL പീരീഡ് ഇല്ലായിരുന്നു ജീൽ എന്ന് നിങ്ങൾക്കൊക്കെ? പറ, കഥ പിന്നെ പറയാം. ഞങ്ങൾക്കുണ്ടായിരുന്നു. ജീല് പറ. GL ഗ്രേറ്റ് ലാഡ്. സിമ്പിൾ ഇംഗ്ലീഷ് പറ. GL ഒരിത് പറയൂ, ഒരു ക്ലൂ. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഗുഡ് ലക്ക്. TY. നല്ല ക്ലൂ. എല്ലാം സിമ്പിൾ ക്ലൂ ആയിരുന്നു. TY ഇതിൽ എളുപ്പമല്ല. TY. അതല്ലേ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. TY. താങ്ക് യു. ഓക്കെ. YW. You are with. ആ TYയുടെ സഹോദരനായിട്ട് വരും. GY താങ്ക് യു. താങ്ക് യു. യു വെൽക്കം. യെസ്. NP. നോ പ്രോബ്ലം. സിമ്പിൾ ആണല്ലോ. PLZ. അയ്യേ. പ്ലീസ്. ASAP. As soon as possible. WYD. WYD. What the fuck? ആ തെഫിലല്ല. What you have done to me? വാട്ട് യു കറക്റ്റ് ആണ്. What you do? അതിന്റെ What you did? ഡൂവിന്റെ കണ്ടിന്യൂസ്. What are you doing? അതിലെ വാട്ട് യു ഡൂയിങ്. കറക്റ്റ്. What you doing? HRU. How are you? ഗുഡ്. HMU. ഇടക്കിടക്ക് തരുന്നതൊക്കെ ഞാൻ പറയേണ്ട വേട ഇത് അല്ല. ഇയാള് പറയുന്നത് വേണോ? Get lost. HMU. Hi. How? ഹിറ്റ് മീ അപ്പ്. എനിക്ക് മനസ്സിലായില്ല. എനിക്കത് മനസ്സിലായില്ല. ഹിറ്റ് മാത്രമേ നമ്മൾ ഇന്നും അടിയിടുന്നുണ്ട്. ഹിറ്റ് എന്നാണ് പറഞ്ഞത്. ഹിറ്റ് മീ അതൊന്നും അറിയില്ല. അതിന് മനസ്സിലായില്ല എന്ത് പറഞ്ഞു. SUP. സൂപ്പ്. സൂപ്പ്. Superb. No അല്ലേ? അല്ല. സൂപ്പ്. സൂപ്പ്. അതിന്റെ അല്ല, വേറൊരു വേർഡാണ്. വാട്സപ്പ്. ഓ വാട്സപ്പിന്റെ SUP. TTYT. Talk to you today. Talk to you tomorrow. ഓക്കെ. അന്ന് talk to you today അല്ലാതെ ഇവർക്ക് talk to you മറ്റന്നാൾ. LYK. അയ്യോ LYK. അറിയത്തില്ലെങ്കിൽ ലൈക്ക്. സോറി, LYK എല്ലാവർക്കും അറിയാം. ലൈക്ക് യു നോ സോറി. LYK എല്ലാവർക്കും അറിയാവുന്നില്ലേ? സോറി, എൻ്റെ ബ്രെയിൻ ഫോഗായി. ഞാൻ എന്നോട് പറയാം. ലെറ്റ് യു നോ. അപ്പം 50 കഴിഞ്ഞിരിക്കുന്നു. വാവ്, നമ്മൾ 50 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാനല്ലേ പെട്ടെന്ന് പറഞ്ഞേ? സിമ്പിൾ ആയതുകൊണ്ട്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞോ? ഇല്ല, എല്ലാ ക്ലൂ തന്നാണ് പറഞ്ഞത്. ഇത് ഇത്രയും പാടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ വലിയ വലിയ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാര്യമായിട്ട് തന്നു എന്നല്ല, നമ്മൾ പുള്ളിയോട് തന്നെ ചോദിച്ച് കഷ്ടപ്പെടുത്താന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്സ് കിട്ടിയിരിക്കുന്നത് എത്ര എണ്ണമാണ് പറഞ്ഞത്? 30 എണ്ണം. യെസ്, 30 ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ട്രോഫി ഒന്നും തരാനില്ല. സോ കുറച്ച് പഠിച്ചില്ലല്ലോ. ഇതൊക്കെ ഇനി നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ചാറ്റിങ്ങിൽ. എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പഴയ പോലെ തന്നെ ആയിരിക്കും അല്ലേ? ഇതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് മെയിൻ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാറ്റിലുള്ള എല്ലാവരും ഇതൊക്കെ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ താങ്ക് യു. ഞങ്ങൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരുന്ന് ഇത്രയും ക്ഷമ ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കാൻ തന്നതിന് താങ്ക് യു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.